ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ നിധി എല്ലാവരും കൂടി പണിയെടുപ്പിച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സുധീഷിനെ കൊണ്ട് വളക്കൊക്കെ കഴിയിപ്പിക്കുന്നുണ്ട്. എന്തായാലും വളക്കൊക്കെ കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് അവൾ വളക്കൊക്കെ കുളിച്ചൊക്കെ വന്നിട്ട് വളക്കൊക്കെ കൊളുത്തുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. വീട് നല്ല വൃത്തിയാക്കിയിട്ട് വളക്കൊക്കെ കൊളുത്തി കാണുമ്പോൾ നല്ല ഐശ്വര്യമായിട്ട് കാണുന്ന സമയത്ത് സുധീഷിനാണെങ്കിലും സുഭാഷിനാണെങ്കിലും വലിയ സന്തോഷമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷും സുധീഷും കൂടി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിധി വന്നിട്ട് സുഭേഷാട്ടാന്ന് ചോദിക്കും. എന്താ മോളെ എന്ന് പറയുമ്പോൾ എനിക്ക് സുഭാഷ് ഏട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങി തരുമോ? സുഭാഷ് ഏട്ടൻ കുറേ പ്രൊജക്റ്റൊക്കെ എടുത്ത് നടത്തണതല്ലേ, അപ്പോൾ ആരുടെയെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്കൊരു ജോലി വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ സുഭാഷ് ഏട്ടനെ നോക്കിയിട്ട് വല്ലാതെ ചിരിക്കുന്നുണ്ട്. സുഭാഷിനാണെങ്കിലും നിധിയോട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പേടിച്ച് വരച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നിധി കയറിപ്പോണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ വന്ന് പറയുന്നുണ്ട്, ഈ വീട് ഇത്രയും വൃത്തിയാക്കിയിട്ട് തന്നതിന് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. നീ ഈ വീട് ഇങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതെനിക്കൊരു വീട് മാത്രമല്ല, എനിക്ക് എൻ്റെ കൊട്ടാരാണ്, എങ്ങനെ കഴിഞ്ഞിരുന്നത് അറിയോ, എനിക്കതൊരു രാജ കൊട്ടാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധി വിചാരിക്കുന്നുണ്ട് ഭാസ്കരൻ ചിലപ്പോൾ നല്ല ആളാണ്, ചിലപ്പോൾ ഇത്രയും ഇങ്ങനത്തെ ഒരു ദുഷ്ടതരം കാണിക്കുന്നുണ്ട്, എന്താ ഇയാളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.